ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഫാമിലി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു എൻ്റെ പർച്ചേസും അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്, ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മുടെ എപ്പോഴും ഷോപ്പിങ്ങിന് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യാറുള്ളത് സൂര്യ സിൽക്സ് ആണ്. എനിക്ക് എന്താ അറിയില്ല, ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ഡ്രസ്സ് സൂര്യയിലാണ് കിട്ടുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്ഡേറ്റഡ് ഡ്രസ്സും അതിൻ്റെ മോഡൽസൊക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ ഇത്തവണയും അവിടെ നിന്ന് തന്നെയായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കാൾടെക്സ് ഒറിജിനൽ ഡിസ്കൗണ്ട് സെയിൽസിലല്ല, ഇത് ഒറിജിനൽ ഷോപ്പാണ് സൂര്യയുടെ. അപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പ്ലാൻ ഇനി നല്ല പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോഴേക്കും നല്ല വിശപ്പും വന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ഫുഡ് സ്പോട്ട് നോക്കുകയായിരുന്നു. SM പാർക്ക്, നമ്മളെ വീട് SM പാർക്കിന് അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഈ SM പാർക്ക് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ സ്പോട്ടുണ്ട് ഫുഡിന്. കാസ രസ, ഈ ഈറ്റ്സ് ബേ, ഗസൽ, അങ്ങനെ ഇഷ്ടം പോലെ സ്പോട്ട് ഈ ഒരു നിയറസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഗസലിലും ഈറ്റ്സ് ബേയിലൊക്കെ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തതാണ്. കാസാരസിൽ ഇതുവരെ പോയിട്ടില്ല. ഓൾറെഡി കാസാരസ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. വീണ്ടും നമ്മൾ തിരിച്ച് കാസാരസയിലേക്ക് തന്നെ വന്നു. അറ്റ്മോസ്ഫിയർ ഒന്നും പറയാനില്ല, അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു കേക്ക് കട്ടിങ് ആയാലും അവർ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് 5 മാർക്കും കൊടുക്കാൻ പറ്റും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായി. നല്ലൊരു ഡിസൈനും കാര്യങ്ങളും, നമുക്ക് ഭയങ്കര അറ്റ്മോസ്ഫിയർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് വെറുതെ ഒരു സ്ഥലത്തെ ഫുഡിനെ ഇങ്ങനെ നല്ലതാണെന്ന് എടുത്ത് പറയുന്ന സ്വഭാവം ആക്ച്വലി എനിക്കില്ല. നമ്മൾ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒരു കുഴിമന്തി, പിന്നെ ഒരു ഷവർമയും, അതുപോലെ തന്നെ ഞാൻ ഫ്രൂട്ട് സാലഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴിമന്തി കുഴപ്പമുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് കൂടുതലായിട്ട് നമ്മുടെ ഒരു റോ മല്ലി ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഫേമസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അബു എന്ന് പറയുന്നൊരു ഷെയ്ക്കാണ് ഇവിടുത്തെ ഫേമസ്. പക്ഷേ നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രൂട്ട് സാലഡിൽ മിക്സൊക്കെ അടിപൊളിയായിരുന്നു. ഷവർമ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് സാലഡിലെ ഫ്രൂട്ട്സൊന്നും എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അതിലുണ്ടായിരുന്ന ഐസ്ക്രീം. അവിടുത്തെ കാസാരസ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളായാലും ഒക്കെ നമുക്കൊരു കേക്ക് കട്ടിങ് ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കാസാരസ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.